നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അയോധ്യ സന്ദർശനത്തിൽ സന്തോഷമറിയിച്ചു ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ സത്യേന്ദ്ര ദാസ്. പ്രധാനമന്ത്രി എന്ന പദവി മാറ്റി നിർത്തി നരേന്ദ്രമോദി എന്ന സാധാരണ ഭക്തനായാണ് അദ്ദേഹം ബാലകരാമന്റെ ദർശനത്തിനായി രാംനഗരയിൽ എത്തിയതെന്ന് സത്യേന്ദ്രദാസ് പറഞ്ഞു. ജനുവരി 22 നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനത്തിനെത്തിയത്. സാധാരണ ഒരു ഭക്തൻ എന്ന നിലയിലായിരുന്നു പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനം നടത്തിയത്. ക്ഷേത്രത്തിലെത്തിയ മറ്റ് ഭക്തർക്ക് അസൗകര്യങ്ങൾ വരുത്താതിരിക്കാനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം ദണ്ഡവത് പ്രാണം നടത്തുകയും ആരതിയും പൂജയും ഭഗവാനായി അർപ്പിക്കുകയും ചെയ്തു. വൻ ജനസാഗരമായിരുന്നു അദ്ദേഹത്തെ സ്വീകരിക്കാൻ അയോധ്യയിൽ അണിനിരുന്നത്, സത്യേന്ദ്രദാസ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടെ അയോധ്യാപുരി രാമമയമായി. ജാതി മതഭേദമന്യെയാണ് അയോധ്യ നിവാസികൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്. പ്രധാനമന്ത്രി അയോധ്യയിലെ ഹനുമാൻ കാർഹി ക്ഷേത്രത്തിൽ സന്ദർശിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഹനുമാൻ കാർഹി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ രമേശ് ദാസ് പറഞ്ഞു. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയത്. ക്ഷേത്രത്തിൽ സാഷ്ടാംഗ പ്രണാമം നടത്തിയ അദ്ദേഹം രാംലല്ലയുടെ അനുഗ്രഹം തേടി. ശേഷം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. പുഷ്പവൃഷ്ടി നടത്തിയും ജയ് ശ്രീരാം മുദ്രാവാക്യങ്ങൾ മുഴക്കിയുമായിരുന്നു ജനങ്ങൾ പ്രധാനമന്ത്രിയെ വരവേറ്റത്.